Good afternoon, all. Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകള്? ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ അടുത്ത് നിർത്തിയത്? പവർ പോയിന്റിലാണ് അല്ലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ ആപ്ലിക്കബിലിറ്റി പോസിബിലിറ്റി അല്ലെ? ഇതിന്റെ 2 പോയിന്റ് പറഞ്ഞു. ശരിയല്ലേ? എല്ലാവരും കേൾക്കുന്നുള്ളൂ. വെയിറ്റ് ചെയ്യാം. Okay. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ ഹോസ്പിറ്റലിലെ പവർ പോയിന്റ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കണ്ടു എന്താണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ കാര്യങ്ങളിൽ അതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത്. മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ, അവിടെ മാനേജ്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ കണ്ടു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസസ് ആൻഡ് ഈവെന്റ്സ്. ഓക്കെ, നമുക്കറിയാം വിഷ്വലി അല്ലെങ്കിൽ ഒരു ദൃശ്യമായ രീതിയിൽ കോൺഫറൻസുകൾ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് തീർച്ചയായിട്ടും പവർ പോയിന്റിന്റെ ഉപയോഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഹോസ്പിറ്റൽ ഓഫൺ ടേക്ക് പാർട്ട് ഇൻ കോൺഫറൻസസ്, ഹെൽത്ത് ഫെയർസ് ആൻഡ് കമ്മ്യൂണിറ്റി ഈവെന്റ്സ്. ഓക്കെ, നമുക്കറിയാം എന്താണ് എന്തെങ്കിലും ഹെൽത്ത് ഫെയറുകൾ അല്ലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഫെയറുകൾ സംഘടിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് അല്ലെ അവിടെ സാമൂഹികപരമായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് സാധാരണയായിട്ട് തീർച്ചയായിട്ടും നമ്മള് അല്ലെ ഹോസ്പിറ്റലിന്റെ പേര് അത് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് അല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് ഈവെന്റ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് വ്യക്തികൾ ആ ഒരു കോൺഫറൻസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഇവന്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ വിഷ്വലി ചില കാര്യങ്ങളൊക്കെ അവിടെ വീഡിയോയും ഓഡിയോയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് പവർ പോയിന്റ് സോഫ്റ്റ്വെയറുകളാണ്. പവർ പോയിന്റ് permits them to create visually captivating presentations to display their services, initiatives and achievements. ഓക്കെ, പേജ് നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധത്തിലാണ് അല്ലെ നമ്മൾ വിഷ്വലി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ, മറ്റുള്ളവർക്ക് അതിൽ പെട്ടെന്ന് തന്നെ അത് ആകർഷകമാകത്തക്ക വിധത്തിൽ അല്ലെ പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ, അതാണ് വിഷ്വലി കാപ്റ്റിവേറ്റിംഗ് പ്രസന്റേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. അത് ദൃശ്യാത്മകമായിട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. തന്നെ അങ്ങനെ വരുമ്പോൾ ആ സർവീസുകളെല്ലാം പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉദ്ദേശിച്ച് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഹോസ്പിറ്റലുകാർക്കും പെട്ടെന്ന് തന്നെ സാധിക്കും. These presentations aid hospitals to attract patients, build a partnership and promote their brand image. Okay, തീർച്ചയായിട്ടും എന്താണ് നമുക്കറിയാം വിഷ്വലി ഒരു ഫീലിങ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പേഷ്യൻസിന് അത് പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ പേഷ്യന്റ്
എന്താണ് അട്രാക്റ്റബിൾ ആണ് അല്ലെ. ഇൻ കേസ് ചിലപ്പോൾ ഡോക്ടറിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവര് നൽകുന്ന ഹോസ്പിറ്റല് എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ അല്ലെ, വളരെ ഹൈജീനിക് ആയിട്ട് അല്ലെ, ശുചിത്വത്തോടും വൃത്തിയോടും കൂടിയിട്ട് നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലുള്ള സർവീസുകളൊക്കെ കൃത്യമായിട്ട് ജനങ്ങളിലൊക്കെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ആക്കി തീർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അട്രാക്റ്റബിൾ ആയിട്ടുള്ള മാനറിൽ തന്നെ അത് പ്രസന്റ് ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് പേഷ്യൻസിന് ഓട്ടോമാറ്റിക്കലി എന്താണ് അത് അട്രാക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ബിൽഡ് പാർട്ണർഷിപ്സ് ആൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡ് ഇമേജ്, ആ ഹോസ്പിറ്റലിന്റെ ബ്രാൻഡ് ഇമേജ് ഒക്കെ അത് കുറച്ചും കൂടി അല്ലെ ശക്തിപ്പെടുത്താനായിട്ട്, അതേമാതിരി തന്നെ അല്ലെ ഈ ഒരു ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ ആൾക്കാർ തയ്യാറായിട്ട് വരും എന്നുള്ളതാണൊക്കെ ഇതില് ഇത്തരത്തില് വിഷ്വലി അപ്പീലിംഗ് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ. Okay, in short, Microsoft PowerPoint is a multifaceted tool used in hospitals for medical education, clinical presentations, patient education, administrative motives, quality improvement initiatives, research dissemination, internal communications, and external events externally happening. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പവർ പോയിന്റ് ഉള്ളത് കൊണ്ട് അല്ലെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു ക്ലിനിക്കലി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ്ലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈവന്റ്സുകളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അത്തരത്തിലുള്ള അല്ലെ പഠനത്തിന് എഡ്യൂക്കേഷൻ കാര്യങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്, ക്ലിനിക്കൽ പ്രസന്റേഷന് യൂസ്ഫുൾ ആണ്, പേഷ്യൻസിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അല്ലെ അവിടെ വീഡിയോയും ഓഡിയോയും ഉൾപ്പെടുത്തി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സ്, അതേപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്, എന്തെങ്കിലും ഗവേഷണങ്ങളൊക്കെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അല്ലെ മറ്റുള്ളവരൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തില് അല്ലെ അത്തെ ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. വിഷ്വലി അത് കൈകാര്യം ചെയ്യുന്ന പ്രത്യേകത എല്ലാം വായിച്ചു നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണ്ട അല്ലെ, ജസ്റ്റ് ആ ചാർട്ടോ ജസ്റ്റ് ആ ഗ്രാഫൊക്കെ ജസ്റ്റ് നോക്കിയതിനു ശേഷം തന്നെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഹെൽത്ത് വെയർ ഇൻഫോർമേഷൻ വിത്തിൻ ഹോസ്പിറ്റൽ ഇതൊരു വളരെ എഫക്റ്റീവ്ലി ആയിട്ടുള്ള അല്ലെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതാണ് വ്യക്തമായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്? നമ്മൾ ഇന്ന് എടുത്തത് വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസസ് ആൻഡ് ഇവന്റ്സ്. ഹോസ്പിറ്റലിൽ നമുക്ക് 3 യൂസേജ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഒന്ന് ക്ലിനിക്കൽ പ്രസന്റേഷൻ ഉപകാരപ്രദമാണ്, അതെ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഉപകാരപ്രദമാണ്. വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്, ഓക്കെ അത് വിഷ്വലി അല്ലെ സഹായത്തോട് കൂടിയിട്ട് കോൺഫറൻസുകളും ഇവന്റ്സുകളൊക്കെ നടപ്പാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. അപ്പൊ 2 മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ഏതൊക്കെ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്? ആരെങ്കിലും മെസ്സേജ് അയക്കുന്നതാണ്, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, വേഗം പവർ പോയിന്റ്. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്കറിയാം അത് 2 മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിരുന്ന സോഫ്റ്റ്വെയർ ആണ്. ഒന്ന് മൈക്രോസോഫ്റ്റ് വേഡ്, ഒന്ന് അല്ലെ പവർ പോയിന്റ്. അപ്പൊ ഈ മൈക്രോസോഫ്റ്റ് വേഡ് നമ്മൾ കണ്ടായിരുന്നു എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്. മൈക്രോസോഫ്റ്റ് വേഡ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാ? പ്രധാനമായിട്ടും ഇമേജും ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മൾ അതില് വ്യക്തമായിട്ട് ഓക്കെ ഇതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പ്രധാനമായിട്ടും എന്ത് യൂസ് ചെയ്യാനായിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് വേഡ് ലെറ്റേഴ്സ് അല്ലെ അവിടെ നമ്മൾ കണ്ടായിരുന്നു. വേഡ് പ്രധാനമായിട്ടും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലെറ്റേഴ്സ്, റെസ്യൂംസ്, റിപ്പോർട്ട്സ് അല്ലെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വേഡ് ഉപയോഗിക്കുന്നത്. ദെൻ പവർ പോയിന്റോ, പവർ പോയിന്റ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? പ്രസന്റേഷൻ അല്ലെ, നമ്മൾ എന്തെങ്കിലും സെമിനാറോ എന്തെങ്കിലുമൊക്കെ അല്ലെ അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ടും ഒക്കെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് അല്ലെ. മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വാസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഡാറ്റ മാനേജ്മെന്റ്, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ. ഓക്കെ, തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് മാനേജ്മെന്റ് ലെവലിലൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും അതിലെ വിഷ്വലി നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കിട്ടുന്നതിനൊക്കെ വേണ്ടി തന്നെയാണ്. ഷോർട്ട് നോട്ട് ഓഫ് MS Excel. തീർച്ചയായിട്ടും ഇതില് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അല്ലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെ, കാൽക്കുലേഷൻസ് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിലാണ് സാധാരണയായിട്ട് നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നത് അല്ലെ. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അക്കൗണ്ട്സ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അല്ലെ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു ഡേറ്റും സിമ്പിളൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈം ഡ്യൂറേഷനിന്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ കുറച്ച് പേരെ സോർട്ട് ചെയ്തിട്ട് അവരെ സാലറി ഒന്ന് കൂട്ടിയെടുക്കണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റേറ്റിംഗ് സിസ്റ്റം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഇൻഡസ്ട്രി റേറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ഫോർമുല ബേസ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ മൂന്നിന് മൂന്ന് രീതിയിലുള്ള ഉപയോഗമാണ് പ്രധാനമായിട്ടുള്ളത് എന്നുള്ളത് മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് വേഡ് ഉപയോഗിക്കുന്നത്? ലെറ്റേഴ്സ് റെസ്യൂംസ് ഒക്കെ തയ്യാറാക്കാനാണെങ്കിൽ, മറ്റൊന്ന് നമുക്ക് സെമിനാറും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനാണ് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. എക്സൽ യൂസ് ചെയ്യുന്നത് പൊതുവെ കാൽക്കുലേഷൻ കാര്യങ്ങൾക്കാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെയും ഈ പറഞ്ഞ മാതിരി തന്നെ മറ്റ് സേവനങ്ങളൊക്കെ ഇവിടെ എക്സലിന്റെ സഹായത്തോട് കൂടിയിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും അക്കൗണ്ട്സ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ എക്സൽ ആണ് മോർ യൂസ്ഫുൾ. നോക്കാം. Microsoft Excel is a strong spreadsheet software developed by Microsoft. It is vastly used for data management, analysis and visualization. Okay, നമ്മൾ കണ്ടതാണ്. Here is a short note on MS Excel ന്റെ നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ആണ്. എക്സൽ പ്രൊവൈഡ്സ് a user-friendly interface for generating and organizing data in a tabular format. Then users can form worksheets, input data and customize the layout, formatting and formulas to meet the specific requirements. Okay, അതിന്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് നമുക്കറിയാം, നമ്മൾ എല്ലാത്തിലും പറയുന്ന മാതിരി തന്നെ അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ റോസ് ഒക്കെ കൊണ്ടുവന്ന് ചലിപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് അത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള പ്രൊവിഷൻ അവിടെ കൃത്യമായിട്ട് തന്നെ അത് തന്നെ കാണിച്ചു തരും. സോ ആ ഡിസ്പ്ലേ അനുസരിച്ച് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് അത് ജനറേറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ യൂസേഴ്സ് ക്യാൻ ഫോം വർക്ക്ഷീറ്റ് അല്ലെ, നമ്മൾ വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫോമിലൊക്കെ ഫോർമാറ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഓരോ വർക്ക്ഷീറ്റുകളൊക്കെ എടുത്തിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഡാറ്റ അനാലിസിസ്. ഓക്കെ, ഡാറ്റ അനാലിസിസിൽ നോക്കുകയാണെങ്കിൽ എക്സൽ ഓഫേഴ്സ് എ വൈഡ് സ്കോപ്പ് ഓഫ് ഫങ്ഷൻസ്, formulas and data analysis tools that makes users able to carry out a complex calculations, statistical analysis and mathematical operations on large data sets. Okay, വലിയ ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അല്ലേ പലതും എന്താണ് ഉൾപ്പെടുത്തേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടതുണ്ടാവും, ചില ഇയർ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്തെടുക്കേണ്ടതുണ്ടാവും. സോ അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിസങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ഇങ്ങനെ സ്ഥിരീകരണ കണക്കുകളുടെ അടിസ്ഥാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് സിംപ്ലൈസ് ടാസ്ക് ലൈക്ക് സോർട്ടിംഗ്, ഫിൽറ്ററിംഗ് ആൻഡ് സമ്മറൈസിംഗ് ഡാറ്റ
making it a necessary tool for data driven decision making. Okay, നമ്മളിപ്പോ അല്ലെ ഒരുപാട് വലിയ ഒരു ഡാറ്റാസ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഇന്ന ഇയറിലുള്ള പേഴ്സൺസിനെ ആയിരിക്കും നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ ഇന്ന സാലറി പാക്കേജ് ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും എന്തിനെങ്കിലും അല്ലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആവശ്യമുള്ള ഭാഗം മാത്രം വേർതിരിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ എല്ലാം കൂടി ഒരുപോലെ സോർട്ട് ചെയ്യുന്നത് അല്ലെ ഇന്ന ആൽഫബറ്റിക് ഓർഡറിലുള്ളതൊക്കെ ആ ഭാഗത്തിൽ. അപ്പൊ ഓരോന്നും സോർട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സോർട്ട് ചെയ്ത് എടുക്കുമ്പോഴും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫിൽട്ടർ ചെയ്തൊക്കെ എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എക്സൽ സോഫ്റ്റ്വെയർ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ നിർദ്ദേശത്തിനനുസരിച്ചിട്ടൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂറേഷൻ അനുസരിച്ചിട്ടുള്ള ഡാറ്റകളൊക്കെ അവൈലബിൾ ആക്കും, ഫോർമുലാസുകളൊക്കെ ലഭ്യമാക്കും. അതനുസരിച്ചിട്ട് തന്നെ അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമായി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ആണ്. Okay, spreadsheet creation le എന്താ പറയുന്നത്? Excel provides a user friendly interface for generating and organizing data in a label format. Okay, ഒരു അല്ലെ ഒരു ലേബൽ ഫോർമാറ്റ് രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ യൂസ് ചെയ്യാനായിട്ട് അല്ലെ അവിടെ എന്താണ് സ്പ്രെഡ്ഷീറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. യൂസേഴ്സ് ക്യാൻ ഫ്രം worksheet input data and customize formatting for formulas meet their specific requirements. ആവശ്യം അനുസരിച്ചിട്ട് ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് വസ്തുതകളൊക്കെ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് ഇത് എളുപ്പമാണ്. ഓക്കെ അല്ലേ? വായിച്ചു നോക്കേണ്ടതുണ്ടോ എന്താണ് എക്സൽ എന്നുള്ളത്? എന്റെ ഫീച്ചർ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അതിലേക്ക് പോകാം. Okay, data analysis എന്ന് പറയുമ്പോൾ Excel offers a wide scope of functions, formulas and data analysis tools that make users able to carry out complex calculations, static analysis, mathematical operations, large data sets. It simplifies tasks like sorting, filtering, and summarizing data. ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതാണ് ഈ പറഞ്ഞ മൊത്തത്തിൽ നമ്മൾ ഈ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനെയൊക്കെ സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് സമ്മറൈസ് ചെയ്തൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അല്ലെ, ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു ഈ ഒരു ലേഔട്ട് അല്ലെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ അത് ഫോർമാറ്റ് ചെയ്യാനായിട്ട് ഭേദഗതികളൊക്കെ വരുത്തി അത് ഫോർമാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സെക്കൻഡ്ലി നമുക്ക് ആവശ്യമുള്ള അത്രയും ഡാറ്റാസുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു. തേർഡ്ലി ഇതിലെ പ്രധാനമായിട്ട് പറയുന്നത് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. അതായത് ഒരുപാട് ഫോർമുലാസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫോർമുലാസ് പറയുന്നത് ചൂസ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്. അല്ലെ, അപ്പൊ എക്സ്റ്റെൻസീവ് ലൈബ്രറി ഓഫ് built type formulas and functions permits users to carry out the calculations on the data automatically. Okay, നമുക്കറിയാം തീർച്ചയായിട്ടും എന്താണ് ഒരു അല്ലെ നമ്മളൊരു സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇന്ന ഫോർമുലാസ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഫോർമുല വെച്ചുകൊണ്ടുള്ള ആൻസേഴ്സ് ഒക്കെ തന്നെ അല്ലെ ഓരോന്നിന്റെയും നമ്മൾ സെലക്ട് ചെയ്തത് എത്രത്തോളം തന്നെയാണോ അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് റിസൾട്ടുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ഫോർമുല ആണെങ്കിൽ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഫോർമുല എന്നുള്ളത് പെട്ടെന്ന് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഓരോ ഫോർമുലാസും അപ്ലൈ ചെയ്യുന്ന രീതിയിൽ തന്നെ അവിടെ ആക്റ്റീവായിട്ട് സെലക്ട് ചെയ്തത് ആക്റ്റീവ് ആക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടും. സോ ഇതിന്റെ പ്രത്യേകത ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തേർഡ് ഫീച്ചേഴ്സ് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് ആണ്.
ഇനി ഡാറ്റ വിഷ്വലൈസേഷൻ ആണ്. ഇപ്പൊ നമുക്ക് ഡാറ്റകൾ കിട്ടി, ഓക്കെ, നമ്മൾ വിചാരിച്ച രീതിയിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ വിഷ്വൽസ് സംഭവങ്ങളൊക്കെ കിട്ടി, ഡാറ്റാസ് കിട്ടി. അന്നേരം നമുക്ക് പെട്ടെന്ന് അല്ലെ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാം വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇപ്പൊ അതിനകത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലെ. അവിടെ എന്തെങ്കിലും ഗ്രാഫിക് മോഡലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കിൾ മോഡലിലോ ഒക്കെ വിഷ്വലി അത് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യും അല്ലെ. അതിന്റെ ആ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള അളവുകളെല്ലാം അത് വിഷ്വലി ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. വിഷ്വലൈസേഷൻ എക്സൽ പ്രൊവൈഡ്സ് സ്ട്രോങ് charting tool that permit users to put forward data visually through different types of charts. Okay, വ്യത്യസ്തതരത്തിലുള്ള ചാർട്ടുകൾ ഫോം ചെയ്യാൻ സാധിക്കും. ഗ്രാഫ്സ് ആൻഡ് പിവോട്ട് ടേബിൾസ്. ഓക്കെ, അങ്ങനെ പിവോട്ട് ടേബിളിലുള്ള ഗ്രാഫുകളിലൊക്കെ ഇതേമാതിരി തന്നെ വിഷ്വലി ഫീൽ ചെയ്യുന്ന രീതിയിലാക്കി തീർക്കാൻ സാധിക്കുന്നു. This makes it easy to explain and communicate complex data patterns, trends and relationships. ഓക്കെ, നമുക്കറിയാം ഇവിടെ എന്താണ് ഈസി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, കോംപ്ലക്സ് ഡാറ്റ പാറ്റേൺസ്. പക്ഷെ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം വായിച്ചെടുത്ത് മനസ്സിലാക്കിയിട്ട് ആശയവിനിമയം നടത്തുന്നതിനേക്കാൾ ഉപരി വിഷ്വലി ഫീലിംഗ്സ് വരുമ്പോൾ എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ആശയവിനിമയം നടത്താനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. നമുക്ക് ചിലപ്പോൾ ഈ ഒരു മീറ്റിംഗിലായിരിക്കും കണ്ടക്ട് ചെയ്ത് അപ്പൊ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അല്ലെ, അപ്പൊ ആ ഡാറ്റകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വിഷ്വലി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ മീറ്റിംഗിന് ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് അല്ലെ, അവർക്ക് ഗ്രഹിക്കുന്ന രീതിയിലാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് നമുക്ക് എന്താ പറയുന്നത് ഒരു ഇൻ കേസ് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാം. അപ്പോ മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ എന്താ ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ അല്ലെ, അവിടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ ഉള്ളിലേക്ക് ഗ്രഹിക്കത്തക്ക കുറച്ച് കാര്യങ്ങൾ അത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ ഫിഗേഴ്സുകളൊക്കെ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിനെ കളർഫുൾ ആക്കിയിട്ട് ഗ്രാഫിക് മോഡലിലൊക്കെ ആക്കിയിട്ട് ചിലപ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആക്കിയിട്ട് ഈ ടൈമിലാണ് ഈ ടൈം സമയത്ത് ഇത്രയും നന്നായിട്ട് അല്ലെ അവിടെ വർക്കേഴ്സ് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് മീറ്റിംഗിലുടനീളം എന്തെങ്കിലുമൊക്കെ വിശകലനങ്ങൾ ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ആ ഗ്രാഫിക് മോഡൽ വരുമ്പോൾ എന്താണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. സോ അവരും എന്താണ് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മീറ്റിംഗിൽ പങ്കുവയ്ക്കും. അപ്പൊ അത് വായിച്ചു നോക്കി ഗ്രഹിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി വിഷ്വലി അത് ഫീൽ ചെയ്ത് കാണിച്ചു അല്ലെ, അവിടെ വിഷ്വലി എന്താണ് അത് ക്ലിയർ പിക്ചറോട് കൂടി കാണിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് എക്സ്പ്ലെയിൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് കോംപ്ലക്സ് ഡാറ്റ പാറ്റേൺസ്, ട്രെൻഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പൊ അവിടെ എന്താണ് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ആ ഒരു വിഷ്വൽ ഫീലിംഗ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെയാണോ? ഡാറ്റ വിഷ്വലൈസേഷൻ എന്തെങ്കിലും സ്പീഡ് കുറയ്ക്കാം, നമ്മൾ ആ ഫ്ലോയിൽ അങ്ങനെ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പൊ ഡാറ്റ വിഷ്വലൈസേഷൻ ഓക്കെ അല്ലേ? നമ്മൾ എത്ര ഫീച്ചേഴ്സ് പറഞ്ഞു? സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ പറഞ്ഞു, ഡാറ്റ അനാലിസിസ് പറഞ്ഞു, ഫോർമുല ആൻഡ് ഫങ്ഷൻസ് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ഫോർമുലകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. നമുക്കറിയാം ആ ഫോർമുലയുടെ പ്രത്യേകത സെലക്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ ചെയ്തു തരും അല്ലെ. ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാഫിക് മോഡലിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈസി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, വീണ്ടും ഡാറ്റ മാനേജ്മെന്റ്. എന്താണ് ഡാറ്റ മാനേജ്മെന്റ് പറയുന്നത്? ഡാറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നോക്കാം. എക്സൽ ലെറ്റ്സ് യൂസേഴ്സ് എഫിഷ്യന്റ്ലി മാനേജ് ആൻഡ് മാനിപ്പുലേറ്റ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ. ഓക്കെ, അതായത് എക്സലിൽ എന്താണ് കൃത്യമായിട്ട് തന്നെ അല്ലെ അവിടെ വലിയ ഒരുപാട് വോളിയം ഓഫ് ഡാറ്റനെ നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം വളരെ നല്ല രീതിയിലുള്ള സോർട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എടുത്ത് അത് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കപ്പാസിറ്റി അല്ലെ ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട്. സോ ഇറ്റ് ഓഫേഴ്സ് ഫീച്ചേഴ്സ് സച്ച് ആസ് സോർട്ടിംഗ്, filtering data, validation, data consolidation, and data import or export, making users able to organize and utilize data efficiently. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ അവിടെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും അല്ലെ. നമുക്ക് ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് ആണ് ചിലപ്പോൾ ഇന്ന ഇയറുള്ള വർക്കേഴ്സിനെ ഒന്ന്
എടുക്കണം അല്ലെ, അവരുടെ സാലറി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻക്രിമെന്റ് ഒക്കെ വരുത്താം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് എത്രത്തോളം ഓരോ വർക്കറിനെ എടുത്തുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അല്ലെ. അതേസമയം ഒരുപാട് ഇത്ര ഇയർ അടിച്ചു കൊടുത്തിട്ട് ആ ഇയറിൽ വരുന്ന പേഴ്സൺസിനെ നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. എത്രത്തോളമാണ് ഓരോരുത്തർക്കും ഇൻക്രിമെന്റിനുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ അനുസരിച്ചിട്ട് തന്നെ അത് ഓൾമോസ്റ്റ് എല്ലാവരിലേക്കും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് അല്ലെ ആ ഒരു കാര്യം അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ റിസൾട്ട് നമുക്ക് തന്നെ ആ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വലിയ അപ്പൊ ഏത് സംഭവമാണെങ്കിലും അല്ലെ, പുതിയ ഒരു എന്തെങ്കിലും റേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും എന്താണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കും. ഏത് ഭാഗത്തേക്കാണോ നമ്മൾ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ നിന്ന് കുറച്ച് പേരെ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ സോർട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അത് അടിച്ചു കൊടുത്തിട്ട് അതനുസരിച്ചിട്ട് തന്നെ അത് സോർട്ട് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് അല്ലെ, പ്രത്യേകമായിട്ട് ഫിൽറ്ററിംഗ് ഡാറ്റ വാലിഡേഷൻ അല്ലെ, ഇറ്റ് ഓഫേഴ്സ് ഫീച്ചേഴ്സ് സച്ച് ആസ് സോർട്ടിങ്. സോർട്ട് ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ ഒരു ഭാഗമായിട്ട് അല്ലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ വലിയൊരു ഹ്യൂജ് ഓഫ് ഡാറ്റയിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കുക. അതേമാതിരി തന്നെ എന്താണ് ഡാറ്റ കൺസൾട്ടേഷൻ ആൻഡ് ഡാറ്റ ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെ, അവിടെ ഡാറ്റകളൊക്കെ അതായത് വേണ്ട അല്ലെ മാറ്റി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കാനോ ഒക്കെയുള്ള അതനുസരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഓർഗനൈസറുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് ഡാറ്റയെ കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഡാറ്റ മാനേജ്മെന്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ കിട്ടിയിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്കുള്ള ആവശ്യമുള്ള ഡാറ്റ അനുസരിച്ചിട്ട് നമുക്ക് അതിനെ എളുപ്പത്തിൽ നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കും, നമ്മുടെ എക്സൽ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പറയുന്നത്. ഓക്കെ, ഓരോ പോയിന്റ് ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. ഫിനാൻഷ്യൽ അനാലിസിസ്. ഇപ്പൊ നമ്മള് എന്താണ് നല്ല എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടി മാത്തമാറ്റിക്കലുള്ള ആവശ്യങ്ങൾ അല്ലെ, കുറച്ചും കൂടി കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും എന്തുണ്ട് എക്സലിലുണ്ട് എന്നുള്ളതാണ്. എക്സൽ is extensively used in financial analysis and modeling. It offers a specialized function for financial calculations like NPV, IRR and financial forecasting. അതായത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കുറച്ച് സാമ്പത്തിക കണക്കുകൂട്ടലുകളെല്ലാം പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാനായിട്ട് ഈ എക്സലിന്റെ സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്നത് ഇത് ഓഫർ ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമുക്കറിയാം NPV, നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെ, അതായത് വരുന്ന വരുമാനത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, അതിന്റെ ഒഴുക്ക് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ എല്ലാവരത്തേക്കും പങ്കുവെച്ച് അല്ലെ അതനുസരിച്ചിട്ട് പോയിട്ടുണ്ടോ, അവിടേക്കൊക്കെ നമ്മൾ ലഭ്യമായിരിക്കുന്ന വരുമാനം ഒരു അല്ലെ ഒരു ഇപ്പൊ ഇൻ കേസ് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രം നമുക്ക് ചെലവഴിക്കാൻ പറ്റില്ല അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമാണ്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ
ഭാഗം എന്ന് പറയുന്നത് എല്ലാത്തിലും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് എല്ലാം മെച്ചപ്പെട്ട് എല്ലാത്തിൽ നിന്നും പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ്, അതായത് എക്സൽ എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് NPV നെറ്റ് പ്രസന്റ് വാല്യൂ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. IRR ഇന്റർണൽ റേറ്റ് റിട്ടേൺ അല്ലെ, ഓരോന്നിന്റെയും നമ്മളുടെ വരുമാനത്തിന്റെ ആ ഒരു റിട്ടേൺ എത്രത്തോളം ആണ് അതിന്റെ ആ ഒരു റിട്ടേൺ കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് എന്തെങ്കിലും അല്ലെ, ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നീക്കിയിരിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെ, അതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് എക്സൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് യൂസ്ഫുൾ ആണ് അല്ലെ. അപ്പൊ വേഡിലും അല്ലെങ്കിൽ പവർ പോയിന്റിലും നമുക്കറിയാം ഈ ഫോർമുലാസും കാര്യങ്ങളും ഒന്നുമില്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ് അക്കൗണ്ട്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും സോൾവ് ചെയ്തെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇയർ സംബന്ധമായിട്ട് നമുക്ക് അതൊന്ന് വേർതിരിച്ച് കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഫോർമുല ഉപയോഗിക്കുക അപ്ലൈ ചെയ്യണമെങ്കിലൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അതിൽ വളരെ കുറവാണ്. സോ എന്താണ് നമ്മൾ ഈ ഒരു എക്സൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്ഷൻസ് വരും. ആ രീതി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. In short, Microsoft Excel is a multi-faceted and widely used spreadsheet software that facilitates data management, analysis and visualization. അപ്പോ ഇതില് ശുഭതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അല്ലെ ബഹുമുഖ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു യൂസേജ് ആണ് പ്രദാനം ചെയ്യുന്നത്. അത് ഡാറ്റ മാനേജ്മെന്റിന് കൂടുതൽ ഉപകാരപ്രദമാണ് അല്ലെ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റകളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എളുപ്പത്തിൽ ഉപയോഗിച്ചെടുക്കാനായിട്ടുള്ള കുറെ പ്രൊഫഷൻസുകൾ അത് പ്രദാനം ചെയ്യുന്നുണ്ട്. അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ അല്ലെ, അത് വിശകലനം ചെയ്യുന്നതിനും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ വിഷ്വലി അല്ലെ അവിടെ നല്ല ക്രിയാത്മകമായിട്ട് നമുക്ക് ചിത്ര രൂപത്തിലൊക്കെ കൈകാര്യം ചെയ്തെടുക്കാൻ അല്ലെ, ദൃശ്യവൽക്കരണത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്ഫുൾ ആണ്. Its wide features, formulas and functions make it an invaluable tool for business, finance professionals, analysis, then researchers and individuals who work with data. ഇതിൽ ഒരുപാട് അല്ലെ കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിന് ഒരുപാട് സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് അല്ലെ, ഇവിടെ ഡാറ്റ കൈകാര്യം ചെയ്തെടുക്കുന്നതിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സോർട്ടും ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പല സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കുന്നു. വിഷ്വലി അത് കൈകാര്യം ചെയ്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റാസ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ അതിന് ഉള്ള ഫീച്ചേഴ്സുകൾ, അതിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ ഫോർമുലാസുകൾ, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം അവിഭാജ്യ ഘടകമാണ്. ഏതൊരു ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അല്ലെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഫിനാൻസുമായിട്ട് വരുമ്പോൾ ഫിനാൻസ് പ്രൊഫഷണൽസ്, അനലിസ്റ്റ്, റിസർച്ചുകൾ, ഗവേഷണം നടത്തുന്നവര് അത്തരത്തില് ഫിനാൻഷ്യലി ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെ അക്കൗണ്ട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇത് വർക്ക് എളുപ്പമാക്കാനായിട്ട് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, കൃത്യമായിട്ട് ഗ്രഹിച്ചു വെക്കാം. 3 സോഫ്റ്റ്വെയർ ഉണ്ട്. ഒന്ന് വേർഡ്, ലെറ്റർ, റെസ്യൂംസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ മറ്റൊന്ന് പവർ പോയിന്റ്, അത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് സെമിനാർ കാര്യങ്ങളൊക്കെ അല്ലെ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് എന്ന് പറയുന്നത് എക്സൽ സോഫ്റ്റ്വെയർ ആണ്. എക്സൽ സ്വാഭാവികമായിട്ടും മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെയാണോ? ഇതിന്റെയൊക്കെ ജസ്റ്റ് എന്താണ് അബ്രിവേഷൻസ് ഒക്കെ നോട്ട് ചെയ്യാം. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ലഭ്യമാക്കുമ്പോൾ കിട്ടുന്നതിനുള്ള കാര്യം ഓർത്ത് വെക്കുക. ഡാറ്റ മാനേജ്മെന്റിനും അനാലിസിസും വിഷ്വലൈസേഷനും ഒക്കെ നടപ്പാക്കുന്നു. ഇതിന്റെ ഫീച്ചേഴ്സ്, ഫോർമുലാസ് ഒക്കെ തന്നെ ബിസിനസ്സുകാർക്കൊക്കെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസിനൊക്കെയാണ് മോർ യൂസ്ഫുൾ. ആർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കി വെക്കുക. ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ്, അനലിസ്റ്റ്, റിസർച്ച് ആൻഡ് ഇൻഡിവിജ്വൽ ഹു വർക്ക് വിത്ത് ഡാറ്റ. ഈ ഡാറ്റകളൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇത് മോർ യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്.
ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, നമുക്കപ്പോ ഇനി അതിന്റെ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. Okay, data management and analysis. MS Excel offers a strong tool for controlling and analyzing vast amount of data. Okay, നമുക്കറിയാം നമുക്ക് ലഭ്യമായിരിക്കുന്ന ഡാറ്റകളെ നല്ല രീതിയിൽ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തി അല്ലെ, നല്ല രീതിയിൽ വിശകലനമൊക്കെ ചെയ്ത് അതിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് MS Excel വളരെ ഉപകാരപ്രദമാണ്. Then hospital records, patient information, financial data, and inventory management can all be efficiently planned and sorted in Excel spreadsheets. ഓക്കെ, നമുക്കറിയാം ഇവിടെയൊക്കെ ഇൻവെന്ററി ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ക്വാളിറ്റി ഉണ്ട്, അതേമാതിരി തന്നെ ഏത് ഡേറ്റ് ആണ്, അതിന്റെ പ്രൈസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, ഓരോ പ്രൊഡക്റ്റിനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത് വളരെ എളുപ്പത്തിൽ അല്ലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രൊവിഷൻ എന്തിലുണ്ടാവും, എക്സലില് പ്രദാനം ചെയ്യും അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പേഷ്യന്റ് ഇൻഫോർമേഷൻ, ഫിനാൻഷ്യൽ ഡാറ്റ, ഹോസ്പിറ്റലിലെ റെക്കോർഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യന്റിന്റേതായിട്ടുള്ള ഇൻഫോർമേഷൻസ്, വിവരങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ, സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഫലപ്രദമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നമുക്കറിയാം ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. The software functionalities like sorting, filtering, and data validation make us able to effectively find and analyze the data, providing valuable insights for decision making and resource allocation. Okay, നമുക്കറിയാം ഒരുപാട് അല്ലെ നമുക്ക് ഉള്ള റിസോഴ്സസ് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമാക്കണം, അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ആവശ്യമാണ് അല്ലെ. ഈ കറക്റ്റ് ഈ ഇൻഫോർമേഷനിൽ നിന്ന് നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കണമെങ്കിൽ കൃത്യമായിട്ട് ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ കയ്യിലുണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം അക്കൗണ്ട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു അല്ലെ എവിഡൻസോട് കൂടിയിട്ട് മാത്രമാണ് നമുക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നല്ലൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് എക്സലിന്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെ നമുക്ക് വളരെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് തന്നെ എല്ലാം സോൾവ് ചെയ്തും ഫിൽട്ടർ ചെയ്തും അല്ലെ കൃത്യമായിട്ട് തന്നെ കണക്കുകളൊക്കെ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്തെടുക്കുന്ന കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Okay, about the software functionalities like the sorting, filtering, and the data validation make us able to effectively find and analyze data. അല്ലെ, അവിടെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് എന്തും കണ്ടെത്താനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നു. Then filtering data validation make us able to effectively find out and analyze data, providing valuable insight. അതായത് നമുക്ക് മൂല്യമുള്ള അല്ലെ ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും ഫണ്ടുണ്ട്, അപ്പൊ ഇന്നത് ഇന്ന സദ്യക്ക് നീക്കിയിട്ട് നടത്താം, അല്ലെങ്കിൽ ഇത്രയും അല്ലെ ഷോർട്ടേജ് ഉണ്ട്, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവെന്ററി അവിടെ നമുക്ക് കൈപ്പറ്റേണ്ടതുണ്ട്. അങ്ങനെ പല തീരുമാനങ്ങളും നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കും, ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതേമാതിരി തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. Okay, Excel can be put in use to create appointment schedule, track patients appointments, and organize doctor schedule. Okay, അവിടെ തീർച്ചയായിട്ടും എന്താണ് അപ്പോയിന്റ്മെന്റ് അല്ലെ, പിന്നെ പേഴ്സൺസ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമ്പറുണ്ട് ആദ്യം തന്നെ മുൻഗണനാ ക്രമത്തിൽ തന്നെ ആദ്യം തന്നെ ബുക്ക് ചെയ്തവർക്ക് അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് പേഷ്യന്റിന്റെ ആ ഒരു ട്രാക്ക് അല്ലെ കൃത്യമായിട്ട് തന്നെയാണോ പോയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ അതിന്റെ ഓർഗനൈസ്ഡ് ഡോക്ടർ ഷെഡ്യൂൾ, ഡോക്ടറിന്റെ അടുത്താണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എക്സൽ ഷീറ്റ് കൊണ്ട് സഹായിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ
കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചിട്ട് തന്നെ ഒരു തടസ്സവും കൂടാതെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഇങ്ങനെ കഥ പോലെ വായിച്ച് കേൾക്കാനേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് എന്താ പറയാ, പഠിക്കാനുള്ളത് ഇതേയുള്ള എന്തായാലും എന്താണ് ഹെഡിങ്സുകൾ മസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കും. രണ്ട് പോയിന്റ് കൂടി ഉണ്ട്. 2 പോയിന്റ് ജസ്റ്റ് വായിച്ചവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാനോ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? തേർഡ് പോയിന്റ്. ഓക്കെ, തേർഡ് പോയിന്റ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. നമ്മൾക്ക് അറിയാം അക്കൗണ്ട്സിൽ അല്ലെ കൃത്യമായിട്ട് തന്നെ നമ്മൾക്ക് എത്രത്തോളം ഇപ്പൊ ഫണ്ട് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് നീക്കിയിരിക്കുക അല്ലെ അടുത്ത ഭാഗത്തേക്ക് അടുത്ത കൊല്ലത്തേക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് വെക്കേണ്ടതെന്നതൊക്കെ കൃത്യമായിട്ട് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. എക്സൽ കാൽക്കുലേഷൻസ്, ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുലാസ് മേക്ക് ഇറ്റ് typical tool for budgeting and financial analysis in a hospital setting. ഹോസ്പിറ്റലില് സാമ്പത്തികമായിട്ടുള്ള അവലോകനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എക്സലിന്റെ ആ കാൽക്കുലേഷൻ സവിശേഷതകളൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ആ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം അല്ലെ. ഇപ്പൊ ഇത്രയും പേഴ്സൺസ് അവിടെ സ്റ്റാഫുകൾ ഉണ്ട്, അവർക്ക് സാലറി വേണ്ടി വരും അല്ലെ, അവിടെ ചെലവുകൾ എക്സ്പെൻഡിച്ചറുകളും കാര്യങ്ങളൊക്കെ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും അല്ലെ ഇൻകത്തിൽ നിന്ന് ഇത്രയൊക്കെ നീക്കിയിരിപ്പ് നമുക്ക് വെക്കേണ്ടതായി വരും. വീണ്ടും നമുക്ക് നെക്സ്റ്റ് അല്ലെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കൊക്കെ നീക്കിയിരിപ്പൊക്കെ നടത്താനൊക്കെ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എക്സലിന്റെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫോമിങ്ങും എന്താണ് സ്പ്രെഡ്ഷീറ്റ്സ് ഫോർ ബഡ്ജറ്റ് പ്ലാനിങ്, എക്സ്പെൻസ് ട്രാക്കിംഗ്, റവന്യൂ പ്രൊജക്ഷൻസ് ആൻഡ് കോസ്റ്റ് അനാലിസിസ്. We can better handle finances, identify areas of improvement and make informed financial decisions. Okay, നമുക്കറിയാം നമ്മുടെ സ്പ്രെഡ്ഷീറ്റിന്റെ ആ ഒരു രീതി അനുസരിച്ചിട്ട് തന്നെ നമുക്ക് എന്താണ് പ്ലാനിങ് ബഡ്ജറ്റ് അല്ലെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ എക്സ്പെൻസ് അല്ലെ അധികം എക്സ്പെൻസ് ഒന്നും വരുത്താതെ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ കൺട്രോളിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫിഗറുകൾ വെച്ചിട്ട് എവിടെയാണ് ഇച്ചിരി എററുകളൊക്കെ സംഭവിക്കുന്നതിനനുസരിച്ചിട്ട് അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. റവന്യൂ പ്രൊജക്ഷൻസ് ഓക്കെ വരുമാനങ്ങളൊക്കെ നേരത്തെ കുട്ടികളെ അതുകൂടി കുറച്ചും കൂടി കൈകാര്യം ചെയ്തെടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ സാധിക്കുന്നു. അതിന് കോസ്റ്റ് അനാലിസിസ് അല്ലെ ഒരുപാട് ചെലവ് ഉണ്ടെങ്കിൽ തന്നെ അത് കുറയ്ക്കാനായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കാനൊക്കെ സാധിക്കും. Then we can better handle finance, identify areas of improvement and make informed financial decisions. തീർച്ചയായിട്ടും
നമുക്ക് നല്ല നല്ല ഡിസിഷൻസ് അല്ലെ, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. കാരണം എക്സൽ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഡീലിങ്സ് ആയിരിക്കും അവിടെ കൂടുതലും കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്ലൈഡേഴ്സ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് നമുക്ക് ആ ഫോർമുലാസ് ഒക്കെ അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇപ്പൊ നമുക്കറിയാം ഡാറ്റ അല്ലെ, അവിടെ വരുന്ന ഡാറ്റാസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നു അല്ലെ, അവിടെ കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് അല്ലെ, അവിടെ ഡേറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ പ്രൈസ്, ഇനീഷ്യൽ കോസ്റ്റ്, കറന്റ് പ്രൈസ്, കറന്റ് വാല്യൂസ് അല്ലെ, ഇവിടെ ഇങ്ങനെ ഓരോ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ടുണ്ട്. സോ എന്താണ് നമുക്ക് പെർസെന്റേജോ എന്തെങ്കിലും ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് മാത്തമാറ്റിക്കലി ആയിട്ടുള്ള എല്ലാ ഡീലിങ്സും ഇതിൽ നിന്നും എടുക്കാനായിട്ട് സാധിക്കും. സോ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ വരുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ഇതില് അല്ലെ ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും കേൾക്കുന്നത്. ദെൻ അതനുസരിച്ചിട്ട് നമുക്ക് അല്ലെ ആ ഉപയോഗത്തിനനുസരിച്ചിട്ട് തന്നെ അതിൽ നിന്ന് അത് കുറഞ്ഞു പോകും. അപ്പോ ഓവർ സ്റ്റോക്ക് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അല്ലെ അവിടെ സ്റ്റോക്കിന്റെ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ, അല്ലെ ഇനിയിപ്പോ നെക്സ്റ്റ് ഡേകളിലൊക്കെ ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടോ, മതിയായ സ്റ്റോക്ക് ഉണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സ്റ്റോക്ക് ഇല്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ സാധനങ്ങളും തന്നെ എത്രയും പെട്ടെന്ന് സ്റ്റോർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് അത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത്തരത്തിലുള്ള പ്രൊവിഷൻസുകളെല്ലാം തന്നെ എന്തിലുണ്ടാവും, നമ്മുടെ എക്സലിലുണ്ട്. സോ ഇൻവെന്ററി മാനേജ്മെന്റ് എക്സൽ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് മാനേജ് ഇൻവെന്ററി വിച്ച് ഇൻക്ലൂഡ്സ് മെഡിക്കൽ സപ്ലൈസ്, എക്യുപ്മെന്റ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. നമുക്കറിയാം മെഡിക്കൽ ആയിട്ടുള്ള സാധനങ്ങളുടെ വിതരണം അവിടെ ആവശ്യമാണ് അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം മാസ്ക് വേണം, എന്താണ് അല്ലെ ഇവിടെ അല്ലെ അവിടെ കിറ്റുകൾ വേണം, അതായത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ധരിക്കേണ്ടതുണ്ടെങ്കിൽ ഓരോ സർജറിക്കൊക്കെ മുമ്പ് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വേണം. എക്യുപ്മെന്റ്സുകൾ നമുക്കറിയാം ഓരോന്നിനും അല്ല ഓരോരോ ഡ്യൂട്ടികൾക്ക് അനുസരിച്ചിട്ട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്തതിനു ആവശ്യമായ എക്യുപ്മെന്റ്സ് അവിടെ ആവശ്യമാണ്. ഫാർമസ്യൂട്ടിക്കൽ ആണെങ്കിൽ നമുക്കറിയാം മരുന്നും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ഓവർലോഡ് ആണോ അല്ലെങ്കിൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് തന്നെ ആ സോഫ്റ്റ്വെയറിന്റെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ അത് ഗ്രഹിക്കാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ബൈ കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽ, expiry date and recording thresholds, then we can avoid scarcity of or overstocking, promise optimize inventory turnover and reduce cost. ഓക്കെ, അപ്പൊ അതില് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ലെവൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓവർലോഡ് ആവാതെ അതേപോലെ തന്നെ ഷോർട്ടേജിങ് അല്ലെ ഇല്ലാതെ ഒപ്റ്റിമൈസ് ഇൻവെന്ററി ചെയ്യണം എന്ന് വെച്ചാൽ ഒരു കറക്റ്റ് ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മിതമായ രീതിയിൽ ഇൻവെന്ററി സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. അതായത് ഓവർലോഡ് വരുമ്പോൾ എന്താ പ്രത്യേകത, നമ്മൾ അധികം എക്സ്പെൻസ് അല്ലെ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കത് വേസ്റ്റ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് സമയം ഷോർട്ടേജ് വന്നാലും ബുദ്ധിമുട്ടാണ്. പേഷ്യൻസ് വരുന്നതനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യാനായിട്ടുള്ള അല്ലെ അവിടെ മതിയായ സംഭവങ്ങൾ ഉണ്ടായെന്ന് വരില്ല. സോ ഇതെല്ലാം തന്നെ നമ്മൾ ഒപ്റ്റിമൈസ് അല്ലെ മിതമായ നിരക്കിൽ ആവശ്യത്തിന് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം എക്സൽ സോഫ്റ്റ്വെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ാണോ സ്പീഡ് കൂടുതലായിട്ട് തോന്നിയോ? അറിയാവുന്ന ഭാഗമാണ് വായിച്ചു നോക്കേണ്ടതുണ്ടോ? വായിച്ചു നോക്കാം. നമുക്ക് സമയമുണ്ട്, കുറച്ചുകൂടി നോക്കാലോ. ഓക്കെ അല്ലേ?
എക്സലും പവർ പോയിന്റും മെയിലും ആദ്യം പഠിക്കുന്ന അത്രയും ഉണ്ടാവില്ല ഇപ്പൊ അല്ലെ. കുറെ നേരം കേട്ട് തന്നെ കേട്ട് പോറടിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമേ ഉള്ളൂ. പോയിന്റ് അല്ലെ വേഡ് എന്ന് പറയുമ്പോൾ ലെറ്റർ റെസ്യൂംസ് ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പവർ പോയിന്റ് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. എക്സൽ എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതനുസരിച്ചിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ഹോസ്പിറ്റലിലെ ആപ്ലിക്കബിലിറ്റിയും അതിന്റെ ഹെഡിങ്സ് ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാവും. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ഇതാണ് തുറന്നു തന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് പണ്ടൊക്കെ ഫോൺ വിളിച്ച് എന്താ പറയുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടമാണെങ്കിൽ ഇപ്പൊ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇന്നുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അത് വേണമെങ്കിൽ വിഷ്വലി നമുക്ക് അല്ലെ കണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ, അതിവിശാലമായിട്ടുള്ള അവസരങ്ങളാണ് അത് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് revolutionized the people's way to connect and interact globally. അതായത് ആഗോളതലത്തിൽ തന്നെ മറ്റുള്ളവരൊക്കെ ആയിട്ട് അല്ലെ ജനങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെ ആശയവിനിമയം നടത്താനായിട്ട് പറ്റുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു സേവനമാണ് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. എന്നുവെച്ചാൽ വിശാലമായിട്ടുള്ള ഒരു പാതയാണ് അത് തുറന്ന്. അതായത് നമുക്ക് എപ്പോ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് മറ്റുള്ളവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടം അല്ലെ. അത് ആ ഒരു ഇന്റർനെറ്റിന്റെ സൗകര്യത്തോട് കൂടിയിട്ടാണ് അത് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഗ്ലോബലി എന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ അല്ലെ എവിടെ നിങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇറ്റ് ഹാസ് ഓപ്പൺഡ് അപ്പ് എ multitude meeting place for a quick and convenient communication അല്ലെ. നമ്മളുടെ ഈ ഇന്റർനെറ്റിന്റെ സൗകര്യം എന്താണ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്? എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും പെട്ടെന്ന് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ. അതല്ലേ പ്രത്യേകത. നെറ്റ് കിട്ടേണ്ട ഒരു ആവശ്യകതയുള്ളൂ അല്ലെ. നമ്മൾ തന്നെ ഇപ്പൊ ആശയവിനിമയം നടത്തുകയാണ് അല്ലെ. ക്ലാസ്സിലൂടെ ആശയവിനിമയം നടത്താമെന്ന് വെച്ചാൽ അത് വിഷ്വലി നമുക്ക് എന്താണ് അത് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വോയിസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മെസ്സേജുകൾ അയക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് അല്ലെ. അപ്പൊ അത്രയും നല്ലൊരു രീതിയിൽ തന്നെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു വേ ആണ് അത് കാഴ്ചവെക്കുന്നത്. അപ്പൊ ഇന്റർനെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഏത് സമയത്തും ഏത് ടൈമിലും നമുക്ക് ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാതയാണ് ഇന്റർനെറ്റ് സൗകര്യപ്പെടുത്തി തരുന്നത്. Then here are some important aspects of communicating through the internet. ഇന്റർനെറ്റ് വഴി നമുക്ക് ഉപയോഗിക്കാവുന്ന പലതരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമെയിലാണ്. ഓക്കെ, ആദ്യം നമുക്കറിയാം മെയിൽ വന്നു അല്ലെ. ഇമെയിലാണ് അയച്ച് നമ്മൾ ആശയങ്ങളൊക്കെ വലിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് അല്ലെ. ഓഫീസിലൊക്കെ ഇമെയിൽ അയച്ച് ഇപ്പോഴും നമുക്കറിയാം ഇമെയിൽ യൂസബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിനേക്കാൾ കൂടുതൽ അല്ലെ നമ്മള് വാട്സപ്പിലൂടെയും അതിലൊക്കെ കൈകാര്യം ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മെസ്സേജ് അയക്കുന്നതിന് ഒരുപാട് ടൈം ഒന്നും എടുക്കേണ്ട. പെട്ടെന്ന് തന്നെ വ്യക്തികൾക്ക് നമുക്ക് മെസ്സേജ് അയക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇമെയിൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. Email is one of the most vastly used method of internet communication. It permits users to send and receive message, documents, and multimedia content rapidly and securely. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു അല്ലെ പഴയ കാലത്തിലെ തുടങ്ങി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജ് അല്ലെ. ഇവിടെ യൂസേഴ്സിന് നമുക്കറിയാം തീർച്ചയായിട്ടും മെസ്സേജുകളൊക്കെ എളുപ്പത്തിൽ അയക്കാനായിട്ടും സ്വീകരിക്കാനായിട്ടും അല്ലെ. മെസ്സേജ് മാത്രമല്ല ഡോക്യുമെന്റ്സ് ആണെങ്കിലും അല്ലെ മറ്റെന്തും വേണമെങ്കിലും വളരെ പെട്ടെന്നും സെക്യൂർ ആയിട്ടും സുരക്ഷിതമായിട്ടും തന്നെ അയക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇമെയിൽ പ്രൊവൈഡ്സ് a flexible and synchronous mode of communication. ഇതാണ് അത് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് എപ്പോ വേണമെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം അല്ലെ. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അതിന്റെ ഉള്ളില് ചേഞ്ചസുകൾ വരുത്തണമെങ്കിൽ അധികം സമയമൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും ഇല്ലേ. വ്യത്യാസം നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ എളുപ്പത്തിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ലേ അല്ലെ. മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കില്ലേ. സിൻക്രോണമസ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതായത് കാര്യക്ഷമമായിട്ട് തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റാപ്പിഡലി പെട്ടെന്ന് തന്നെ വളരെയധികം സുരക്ഷിതമായ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് കാര്യക്ഷമമായ രീതിയിൽ അത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താൻ സാധിക്കുന്നു. Then permitting individuals and business to communicate effectively across the different time zones. Okay, നമ്മളിപ്പോ ഇൻഡിവിജ്വൽ ആണെങ്കിലും ബിസിനസ് അല്ലെ മീറ്റിങ്ങുകളൊക്കെ ആണെങ്കിലും ആരാണെങ്കിലും നമുക്കറിയാം വ്യത്യസ്ത സോണുകളിൽ നിന്ന് അല്ലെ വ്യത്യസ്ത മേഖലകളിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ രാജ്യങ്ങൾക്കപ്പുറം ഇരുന്നുകൊണ്ടായിരിക്കും നമ്മൾ ആശയവിനിമയം നടക്കുന്നത്. അപ്പൊ വളരെ സ്പീഡില് സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നു. മാറ്റങ്ങളൊക്കെ വിധേയമാക്കാനായിട്ട് അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും ഇമെയിലിൽ നമ്മളിപ്പോ ഒന്ന് അയച്ചു പോയി അല്ലെ, നമുക്ക് കേസ് ചിലപ്പോൾ വേണമെങ്കിൽ അത് വീണ്ടും എടുത്ത് നമുക്ക് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മെയിൽ ചെക്ക് ചെയ്ത് അല്ലെ വീണ്ടും നമുക്ക് മാറ്റങ്ങൾ വരുത്തി കൊടുക്കാനൊക്കെയാണ് സാധിക്കും. സോ അത് ഫലപ്രദമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള സൗകര്യമാണ്. അത് വിശാലമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഇന്റർനെറ്റ് ഒരുക്കി തരുന്നത്. ഓക്കെ, ഇമെയിൽ ഒക്കെയാണോ അറിയാവുന്നതാണ് അല്ലെ. ഇപ്പൊ ഇമെയിലിനേക്കാൾ കൂടുതൽ അല്ലെ മെച്ചപ്പെട്ട പല കാര്യങ്ങളുമായി. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാൻ വോയിസ് ആൻഡ് വീഡിയോ കോൾ. അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അതായത് വോയിസ് കോളും വീഡിയോ കോളും ഇന്റർനെറ്റ് ബേസിലുള്ള വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസ് ലൈക്ക് സ്കൈപ്പ്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ അല്ലെ ക്ലാസ് റൂമിൽ നമ്മള് യൂസ് ചെയ്യുന്നതൊക്കെ അല്ലെ സ്കൈപ്പും സൂമും പോലെയുള്ള മീറ്റിങ്ങുകളൊക്കെ വെച്ചിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ അല്ലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നു. കേസ് ആ ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ നടപടികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ടൈമിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കുന്നു. കാരണം എന്താണ് വീഡിയോയിലൂടെ നമുക്ക് അത് മിങ്കിൾ ചെയ്യാനായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എന്താണ് അതിന്റെ മൈക്രോസോഫ്റ്റ് ടീംസ് make individual and business able to have a real time audio and video conversation. Okay, conversation എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ കോൺവെർസേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ കൂടെയും ഓഡിയോ കൂടെയും നമുക്ക് കോൺവെർസേറ്റ് ചെയ്യാൻ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ അവിടെ വെച്ച് തന്നെ എന്തെങ്കിലും കറക്ഷൻ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ കറക്ഷൻ നടപടികളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അപ്പൊ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റില് അല്ലെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമ്പോ വോയിസും വീഡിയോ കൂടി ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു സൗകര്യം കൂടി ഇന്റർനെറ്റ് പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ആദ്യം മെയിൽ വഴിയാണ് നമുക്ക് അയക്കേണ്ടതാണെങ്കിൽ ഇപ്പോ എന്താണ് ഇച്ചിരി വോയിസും വീഡിയോ ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ അല്ലെ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ആൻഡ് ലിങ്ക്ഡ്ഇൻ have changed the way people communicate and share information online. Okay, നമുക്കറിയാം ഒരു കൂട്ടം അല്ലേ ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ ആണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ തന്നെ എല്ലാവരുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അല്ലെ. അതിന്റെ ആ ഒരു ഇതില് നമ്മുടെ ലിങ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എളുപ്പത്തിൽ നമുക്കല്ലേ ഓരോരുത്തർക്കും നമ്മള് മീറ്റിംഗിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമല്ല നമ്മള് ആ ഒരു ടൈമിൽ കൈകാര്യം ചെയ്തത് അല്ലെ. മൊത്തത്തിൽ നമുക്ക് ഒരു ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ളവരെ അല്ലെങ്കിൽ ട്വിറ്ററിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉള്ളവർക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇന്റർനെറ്റ് ഒരുക്കുന്നു. This platform offer a vast range of communication tools which includes status update, comments such as direct messaging and video sharing. Social media makes individuals and business able to connect, collaborate and engage with the broader audience. ഒരുപാട് ഓഡിയൻസിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോസും എന്തെങ്കിലും ഓഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കമാൻഡോ മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ കൈമാറ്റം ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പത്തില് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ പ്രധാനമായിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന അല്ലെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്താ പറയാ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, അതുകൊണ്ട് അങ്ങനെ പങ്കുവെച്ച് പോയതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ക്ലാസ്സിൽ പങ്കുവയ്ക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെയാണോ? കമ്പ്യൂട്ടർ ആക്കിയിട്ടുണ്ട്. ഓക്കെയാണ്, എല്ലാവരും ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ
അടുത്ത പാഠം കണ്ടിന്യൂ ചെയ്യാം. Okay, thank you.